Good morning. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ സൊല്യൂഷൻസ് കാണാൻ വേണ്ടിയിട്ട് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ടേബിൾ യൂസ് ചെയ്തിട്ട് കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് YP ചൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് അടുത്തതുള്ളത് മോഡിഫിക്കേഷൻ റൂൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തത് വരുന്നത് മോഡിഫിക്കേഷൻ ആൻഡ് സം റൂളാണ്. മോഡിഫിക്കേഷൻ ആൻഡ് സം റൂൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസിൽ മെയിനായിട്ട് 3 സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഇക്വേഷനിൽ R(x)നെ 0 ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ ഫോം ചെയ്യണം. ഹോമോജീനിയസ് ഇക്വേഷന് നമ്മൾ സാധാരണ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ YH കോംപ്ലിമെൻ്ററി സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് YP ചൂസ് ചെയ്യലാണ്. YP ടേബിൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് YP ചൂസ് ചെയ്യണം. YP ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് അതിൻ്റെ കോൺസ്റ്റൻസിന് വാല്യൂസ് കണ്ടുപിടിക്കണം. വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ജനറൽ സൊല്യൂഷൻ y = YH + YP. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ y" ഇതാണ് ക്വസ്റ്റ്യന്. Solve the non-homogeneous equation y" - 2y' + y = x + e⁻x ആണ് നമ്മളെ പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഇവിടെ എഴുതുന്നുണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഇക്വേഷനെ ഹോമോജീനിയസ് ഇക്വേഷൻ ആക്കുക, ഹോമോജീനിയസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് കിട്ടും, നമ്മളെ ഇക്വേഷന് ഹോമോജീനിയസ് ഫോമിലാവും. പിന്നെ കോംപ്ലിമെന്ററി സൊല്യൂഷൻ കിട്ടും. കോംപ്ലിമെന്ററി സൊല്യൂഷൻ എന്ന് പറയുന്നത് YH ആണ്. ഇവിടുന്ന് നമുക്ക് YH കിട്ടും. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ YP ചൂസ് ചെയ്യലാണ്. ചൂസിങ് YP നമ്മൾ ചൂസ് ചെയ്യണം. YP ചൂസ് ചെയ്യുന്നത് ടേബിൾ ആണ്. ടേബിൾ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ YP ചൂസ് ചെയ്യണം. ആൻഡ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മളെ ജനറൽ സൊല്യൂഷൻ y = YH + YP. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് 1 എന്താ, കറസ്പോണ്ടിങ് ഇക്വേഷന്റെ ഹോമോജീനിയസ് ഇക്വേഷനിലേക്ക് പോവാം. y" - 2y' + y = 0. ഇതാണ് കറസ്പോണ്ടിങ് ഇക്വേഷന്റെ ഹോമോജീനിയസ് ഫോം. ഇനി ഹോമോജീനിയസ് ഫോം കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. λ² - 2λ + 1 = 0. അപ്പൊ നമുക്കിത് കണ്ടാൽ അറിയാം, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ലാംഡ ആണ്. സോ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എഴുതാം. ax² + bx + c = 0. ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും a = 1 ആണ്, b = -2 ആൻഡ് c = 1. ഓക്കെ, അപ്പൊ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ആദ്യം റൂട്ട്സിന്റെ നേച്ചർ അറിയണം, എന്നിട്ട് റൂട്ട്സ് കണ്ടുപിടിക്കണം. സോ d = b² - 4ac നമ്മൾ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു b² എന്ന് പറയുന്നത് -2² ആണ്. -2² - 4 × a is 1 and c is 1. So -4 × 1 × 1. So 4 - 4 = 0. അപ്പൊ എന്താ കിട്ടിയേ, d = 0. d = 0 ആണെങ്കിൽ നമുക്ക് റൂട്ട്സിന്റെ നേച്ചർ എന്താണെന്ന് അറിയാം. d 0 ആകുമ്പോൾ റൂട്ട്സിന്റെ നേച്ചർ എന്തായിരുന്നു, d 0 ആകുമ്പോൾ റൂട്ട്സിന്റെ നേച്ചർ റൂട്ട്സ് ആർ ഈക്വൽ റൂട്ട്സ് ആണ്. ഈക്വൽ റൂട്ട്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഈക്വൽ റൂട്ട്സിന് പറയുന്ന മറ്റൊരു പേരാണ് ഡബിൾ റൂട്ട് ആണ്. ഡബിൾ റൂട്ട്. സോ ഈക്വൽ റൂട്ട് മീൻസ് ലാംഡയ്ക്ക് ഒരു വാല്യൂ ഉള്ളൂ. ഈക്വൽ റൂട്ട് എന്ന് പറയുമ്പോൾ ലാംഡയ്ക്ക് ഒരു വാല്യൂ ഉള്ളൂ. ആ വാല്യൂ ഏതാന്നുള്ളത് നോക്കാം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് λ = -b ± √(b² - 4ac) all divided by 2a. all by 2a. That is equal to -b ± √(b² - 4ac) ആണ് നമുക്കിവിടെ 0 കിട്ടിയിരിക്കുന്നത്. സോ ഡയറക്റ്റ് നമുക്ക് 0 എഴുതാം. by 2 × 1. by 2 × 1. And here b ന്റെ വാല്യൂ എന്തായിരുന്നു, b is -2 ആണ്. സോ -2. -2 ± √0/2 ആണ് കിട്ടുന്നത്. അപ്പൊ എന്ത് വരും, ദാറ്റ് ഈസ് +2/2 = 1. അപ്പൊ ലാംഡന്റെ വാല്യൂ എന്തായി, 1 ആയി. സോ ദാറ്റ് ഈസ് λ = 1.
ലാംഡയുടെ വാല്യൂ 1. ഇനി നമ്മൾ സ്റ്റെപ്പ് 1 YH കോംപ്ലിമെന്ററി സൊല്യൂഷൻ. ദർഫോർ YH ഈസ്, അപ്പൊ നമുക്ക് ഓരോ റൂട്ട്സ് ഡിഫറെന്റ് 3 ടൈപ്സ് ഓഫ് റൂട്ട്സ് പറയുന്നുണ്ട്. ആ 3 റൂട്ടിനും 3 സൊല്യൂഷൻസ് പറയുന്നുണ്ട്. നമുക്കിവിടെ ഈക്വൽ റൂട്ട്സ് ആണ്. സോ നമ്മളെ സൊല്യൂഷൻ എന്താ? C1 പ്ലസ് C2x ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു 1x ആണ്. 1x എഴുതുന്നതും x എഴുതുന്നതും ഒന്ന് തന്നെയാണ്. സോ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. സോ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? കറസ്പോണ്ടിങ് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്ന? ഹോമോജീനിയസ് ആക്കുന്ന. അതിനുശേഷം കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്ന. അതിനെ നമ്മൾ ഏത് വെച്ചിട്ട്? ക്വാഡ്രറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അതിന്റെ റൂട്ടിന്റെ നേച്ചറും പ്ലസ് അതിന്റെ റൂട്ടും കൂടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഡബിൾ റൂട്ട് ആയതുകൊണ്ട് തന്നെ സൊല്യൂഷൻ ഡയറക്റ്റ് എഴുതാൻ വേണ്ടി പറ്റും. C1 പ്ലസ് C2x ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു ലാംഡ എക്സ് ആണ്. ലാംഡന്റെ വാല്യൂ 1 ആയതുകൊണ്ട് ഇ റേസ് ടു എക്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അടുത്ത നമുക്ക് YP ചൂസ് ചെയ്യണം. നോക്കാം YP ചൂസ് ചെയ്യുന്നത്. ഓക്കെ, YP സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ചൂസിങ് YP ആണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ചൂസിങ് YP ആണ്. YP ചൂസ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ ഏതിന്റെ ഫോമുല YP ചൂസ് ചെയ്യുന്നത്? YP എപ്പോഴും ചൂസ് ചെയ്യുന്നത് നമ്മൾ R of X യൂസ് ചെയ്തിട്ടാണ്. R of X യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ R of X എന്താ ഉള്ളത്? R of X എന്ന് പറയുന്നത് x പ്ലസ് ഇ റേസ് ടു എക്സ് ആണ്. x പ്ലസ് ഇ റേസ് ടു എക്സ്. ഇനി ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. നമ്മൾ കുറെ മുന്നേ ഉള്ള എല്ലാ പ്രോബ്ലം ചെയ്തതാണ്. YP എങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. എന്നാൽ ഇതിന്റെ കറസ്പോണ്ടിങ് YP എന്ന് പറയുന്നത് എക്സ് ആൾജിബ്രിക് ഫോം ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിന്റെ YP എന്ന് പറയുന്ന ടേബിൾ നോക്കിയാൽ നമുക്കറിയാം ആൾജിബ്രിക് ഫോമിന്റെ ഏതാണോ പവർ വരുന്നത് അത് വെച്ചിട്ട് അതിന്റെ താഴോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. സോ K1x പ്ലസ് K0 ആണ് YP എക്സിന്റെ വരുന്നത്. എക്സിന്റെ വരുന്നത് YP K1x പ്ലസ് K0x ആണ്. ഇനി ഇ റേസ് ടു എക്സിൻ്റെത് C ഇൻറ്റു ഇ റേസ് ടു എക്സ് ആണ് വരുന്നത്. C ഇൻറ്റു ഇ റേസ് ടു എക്സ്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താ? ബട്ട് ഹിയർ എന്താ? ഹിയർ YH ഈസ് C1 പ്ലസ് C2x ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഇതുണ്ടോ? ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? C1 ഇ റേസ് ടു എക്സ് പ്ലസ് C2 ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ C1 ഇ റേസ് ടു എക്സ് ഉണ്ട് എന്നാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന YPയിലും C ഇ റേസ് ടു എക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മോഡിഫിക്കേഷൻ റൂൾ പഠിച്ചിരുന്നു. മോഡിഫിക്കേഷൻ റൂളിൽ എന്താ പറയുന്നത്? മോഡിഫിക്കേഷൻ റൂളിൽ പറയുന്നത് YHലും അഥവാ നമ്മള് കറസ്പോണ്ടിങ് YH കോംപ്ലിമെന്ററി സൊല്യൂഷനിലും YPയിലും സെയിം സൊല്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പഠിച്ചിരുന്നു. മൾട്ടിപ്ലൈ ബൈ എക്സ്. അപ്പൊ അവിടെ നമ്മൾ മോഡിഫിക്കേഷൻ റൂളിൽ പഠിക്കുന്നത് YPയിലും YHലും സെയിം ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ വി ഷുഡ് മൾട്ടിപ്ലൈ വിത്ത് എക്സ് ആണ്. എന്നാൽ അവിടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. വെൻ ഇറ്റ് ബിക്കെയിംസ് എ ഡബിൾ റൂട്ട് ആവുന്ന സമയത്ത്, ഈക്വൽ റൂട്ട്സ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ട. മോഡിഫിക്കേഷൻ റൂളിൽ സ്പെഷ്യൽ മോഡിഫിക്കേഷൻ റൂൾ എന്ന് വേണം നമുക്ക് പറയാം. അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ റൂളിലെ സ്പെഷ്യൽ കേസ് എന്ന് പറയാം. ഡബിൾ റൂട്ട് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ ഡബിൾ റൂട്ട് then we should multiply by x square. x square കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സാധാരണ നമുക്ക് ഇതേപോലെ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരു കോംപ്ലക്സ് റൂട്ടോ അല്ലെങ്കിൽ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സോ ആണെങ്കിൽ നമുക്ക് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നാൽ അതൊരു ഡബിൾ റൂട്ടാ വരുന്നതെങ്കിൽ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 5 മാർക്സിന് മിക്കവാറും ഈ ഒരു മോഡിഫിക്കേഷൻ പ്ലസ് സം റൂളിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കാണാറുള്ളത്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഇവിടുത്തെ YPനെ ചേഞ്ച് ചെയ്യണം. YPനെ ചേഞ്ച് ചെയ്തിട്ട് എന്താക്കണം? നമ്മൾ ന്യൂ YP ചൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ ന്യൂ YP ഏതായിരിക്കും? സോ അവർ ന്യൂ YP വിൽ ബി എന്തായിരിക്കും? K1x പ്ലസ് K0. ഇതിന് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, കാരണം അതിന് ഇതുമായിട്ട് ബന്ധമില്ല. ഏത് മാത്രം ഒരേപോലെ ഉള്ളത്?
ഇത് രണ്ടും മാത്രം YH ഇത് രണ്ടും മാത്രമാണ് YH C1 e raised to x ഉം YP C e raised to x. അപ്പൊ നമ്മളിപ്പോ YP ആണ് ചെയ്യുന്നത്. സോ ഈ C e raised to x നെ നമ്മൾ x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മള് YP ചേഞ്ച് ആയി YP becomes എന്തായി YP? So our new YP becomes YP equal to K1x plus K0 plus x² into അല്ലെങ്കിൽ C into x² e raised to x. അപ്പൊ കണ്ടോ നമ്മൾ ഈ YP ആയിരുന്നു നമുക്ക് വേണ്ടത്. പക്ഷെ YH അഗെയിൻ സെയിം ഫംഗ്ഷൻ വന്നുകൊണ്ട് നമ്മൾ YPന്റെ കൂടെ x². എന്തുകൊണ്ട് x²? x അല്ലാതെ x²? ഡബിൾ റൂട്ട് ആയതുകൊണ്ടാണ് x². മറന്നു പോകരുത്, ഡബിൾ റൂട്ട് ആയതുകൊണ്ടാണ് x². അത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടോ അല്ലെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ടോ ആണെങ്കിൽ ഒരേപോലെ വന്നത് നമ്മൾ x കൊണ്ട് മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോൾവ് ചെയ്തതാണ്. സോ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? YP ഡാഷും YP ഡബിൾ ഡാഷും കണ്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് കോൺസ്റ്റൻസിന്റെ വാല്യൂ കാണും. ഓക്കെ, അപ്പൊ നമ്മൾ ന്യൂ YP ഇങ്ങനെ ഉണ്ട്. സോ YP ഡാഷ് കാണാം. YP ഡാഷ് ഈക്വൽ ടു K1xന്റെ ഡെറിവേറ്റീവ് K1 ആണ്. K1 into 1. സോ K0ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. പ്ലസ് CX² into e raised to x. C ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ x² into e raised to x എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ x² into e raised to x plus e raised to x into 2x. ഏതാ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്? uv ഡാഷ് ഈക്വൽ ടു uv ഡാഷ് പ്ലസ് u ഡാഷ് v. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് YP ഡാഷ് ഒന്നുകൂടെ എഴുതി വെക്കാം. YP ഡാഷ് ഈക്വൽ ടു K1 പ്ലസ് CX² e raised to x പ്ലസ് 2x e raised to x. നമ്മൾ വീണ്ടും എന്ത് കണ്ടുപിടിക്കണം? YP ഡബിൾ ഡാഷും കൂടെ കണ്ടുപിടിക്കണം. K1ന്റെ YP ഡബിൾ ഡാഷ് 0 ആണ്. അഗെയിൻ ഇവിടെയും നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ C into x² e raised to x plus 2x into e raised to x പ്ലസ് ഇനി അഗെയിൻ അടുത്ത, അപ്പൊ ഇത് ഒരു സിന്റെ കൂടെയുള്ള ഒരു ടേമിൻ്റെ അടുത്ത ടേമിന്റെ 2 into 2നെ നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. 2 into x into e raised to x plus 1 into e raised to x. xന്റെ ഡെറിവേറ്റീവ് 1 ആണ് and e raised to x. e raised to x ആണ്, സോറി, e raised to x. Okay, therefore YP double dash എന്തായി? YP double dash equal to CX² e raised to x plus 2CX e raised to x plus 2x e raised to x plus e raised to x. അപ്പൊ നമുക്ക് ഒരു YP ഡബിൾ ഡാഷ് ഇതുണ്ട്, YP ഡാഷ് ഇതുണ്ട്. ഫൈനലി കിട്ടുന്ന YP ഡാഷും YP ഡബിൾ ഡാഷ്. സോ നമ്മൾ ഈ ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്യുക. ഇക്വേഷൻ 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഇക്വേഷൻ 1. സോ സബ്സ്റ്റിറ്റ്യൂട്ട് YP dash and YP double dash in equation 1. ഇക്വേഷൻ 1ൽ നമുക്ക് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് വരും? YP double dash എന്ന് പറയുന്നത് CX² e raised to x plus 2CX e raised to x plus 2x e raised to x plus 2 into e raised to x ആണ്. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക്. സോ പ്ലസ് 2 e raised to x. ഒരു ടേം ഓക്കെ. YP ഡബിൾ ഡാഷിന്റെ -2 into YP dash എന്ന് പറയുന്നത് -2 into K1 plus CX². അഗെയിൻ ഇവിടെ ഒരു C ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു C ഉണ്ട്. അഗെയിൻ ഇവിടെയും ഇവിടെ നമുക്ക് 2Cനെ ഔട്ട് സൈഡ് എടുക്കണം. സോ എല്ലാവരും ഒരു 2C ഉണ്ട്. സോറി, ഒരു Cനെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. C into e raised to x. ഓക്കെ, ഇപ്പൊ YP ഡാഷ് കിട്ടി. ഇനി YP ഡാഷിനെ നമ്മൾ ഒന്നുകൂടെ മാറ്റി എഴുതുകയാണെങ്കിൽ YP ഡാഷ് ഈക്വൽ ടു K1 പ്ലസ് CX² e raised to x plus e raised to x plus
2cx e raised to x. So yp double dash കാണാം. yp double dash equal to k1 ന്റെ 0 ആണ്. cx സ്ക്വയറിന്റെ നമ്മൾ എഴുതുകയാണെങ്കിൽ c നെ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ x സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ്, അഗെയിൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു 2x പ്ലസ് 2c ഇൻറ്റു x ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയി. സി ഇൻറ്റു ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്ന 2c ഇൻറ്റു ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. സോ നമ്മൾ വൈ പി ഡബിൾ ഡാഷ് എന്തായി? വൈ പി ഡബിൾ ഡാഷ് ഈക്വൽ ടു സി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് 2cx e raised to x plus 2cx e raised to x plus 2c e raised to x. Okay, c into x square e raised to x, 2c e raised x into e raised to x, again 2c x into e raised to x plus 2c e raised to x. അപ്പോൾ ഇവിടെ ഒരേപോലത്തെ രണ്ട് വാല്യൂസ് ഉണ്ട്. സോ വൈ പി ഡബിൾ ഡാഷിന് ഒന്നുകൂടെ നമുക്ക് മാറ്റി എഴുതാം. സി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് 4cx e raised to x plus 2c e raised to x. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 നമ്മൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇക്വേഷൻ 1 നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് yp dash and yp double dash in equation 1. എന്ത് വരും? yp double dash എന്ന് പറയുന്നത് cx square e raised to x plus 4cx e raised to x plus 2c e raised to x plus അല്ല സോറി മൈനസ് ആണ്, മൈനസ് 2 ഇൻറ്റു നമ്മൾ വൈ പി ഡാഷ് എന്തായിരുന്നു? ഇതാണ് ലാസ്റ്റ് നമ്മളെ വൈ പി ഡാഷ്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വൈ പി ഡബിൾ ഡാഷ് 2 ഇൻറ്റു k1 പ്ലസ് സി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് 2cx e raised to x. ഓക്കെ, പ്ലസ് വൈ ഉണ്ട്. വൈ എന്തായിരുന്നു? നമ്മളെ വൈ എന്ന് പറയുന്ന വൈ പി ആണ്, പ്ലസ് k1x പ്ലസ് k0 പ്ലസ് സി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഈക്വൽ ടു എന്താ? ഈക്വൽ ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ്, എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ്. ആദ്യം നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യലാണ്. കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തിട്ട് സിന്റെയും k1ന്റെയും k0ന്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമുക്ക് കമ്പയർ കോഎഫിഷ്യൻസ് ഓഫ് ആദ്യം ഇ റേസ് ടു എക്സിന്റെ ചെയ്യാം. ഇ റേസ് ടു എക്സിന്റെ ഏതൊക്കെയാണ് വരുന്നത്? ഇ റേസ് ടു എക്സിന്റെ കോഎഫിഷ്യൻസ് വരുന്നത് സി വരുന്നുണ്ട്, 4c വരുന്നുണ്ട്, 2c വരുന്നുണ്ട്, പ്ലസ് ഇവിടെ ഒരു സി മൈനസ് പുറത്തുണ്ട്, ഇവിടെ അഗെയിൻ മൈനസ് പുറത്തുണ്ട്, പിന്നെ ഇ റേസ് ടു എക്സിന്റെ ഫൈനലി ഇവിടെ ഒരു സി വരുന്നുണ്ട്. ഇതാണ് നമ്മളെ ഇ റേസ് ടു എക്സിന്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ ഇതുണ്ട്, ഡബിൾ ലൈൻ ഇടുന്നുണ്ട്. ഇ റേസ് ടു എക്സിന്റെ കോഎഫിഷ്യൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഡബിൾ ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത കോഎഫിഷ്യന്റിന് കൂടെ മാർക്ക് ചെയ്യേണ്ടതാണ്. സോ ഇ റേസ് ടു എക്സിന്റെ ഡബിൾ ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നോക്കാം. ഫസ്റ്റ് സൈഡില് ഫസ്റ്റത്തത് സി, കോഎഫിഷ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. പ്ലസ് 4c അഗെയിൻ പ്ലസ് 2c. ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ഇൻറ്റു മൈനസ് 2c, ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, സോ മൈനസ് 4c, പിന്നെ ഇവിടെ പ്ലസ് c ഈക്വൽ ടു 1. plus 2c minus 4c cancel ആയി, plus 4c minus 4c cancel ആയി. So 2c equal to 1. That is c equal to 1/2. അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടി. c equal to 1/2 ഒരു കോൺസ്റ്റന്റ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു എക്സിന്റെ കഴിഞ്ഞതോടെ നമുക്ക് ഇനി ഈ ടേംസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇ റേസ് ടു എക്സ് കമ്പയർ ചെയ്ത് അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? k0ഉം k1ഉം മാത്രം കണ്ടുപിടിച്ചാൽ മതി. k0ഉം k1ഉം മാത്രം. ഇപ്പുറത്തെ സൈഡിൽ എക്സ് ആണുള്ളത്, എക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ദ കോഎഫിഷ്യന്റ് ഓഫ്
കമ്പയർ ദ കോഎഫിഷ്യൻസ് ഓഫ് ഏത് നോക്കിയാൽ മതി, എക്സ് നോക്കിയാൽ മതി. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്ന e⁻x ആണ്. കോഎഫിഷ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. ആർക്കും ഈ എക്സ് സ്ക്വയറും എക്സൊന്നും തമ്മിൽ e⁻xന്റെ എക്സ് സ്ക്വയറും എക്സും തമ്മിൽ ആർക്കും കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ e⁻xന്റെ കോഎഫിഷ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. അതിൽ നമ്മൾ വേരിയബിൾസ് എഴുതൂല, കോൺസ്റ്റൻസ് മാത്രമേ എഴുതുള്ളൂ. സോ അത് രണ്ടും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. അടുത്ത നമ്മൾ ചെയ്യുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഉള്ള എല്ലാത്തിനും മാറ്റി e⁻xന്റെ കൂടെയുള്ള എക്സിനൊന്നും നമ്മൾ നോക്കുന്നേ ഇല്ല. പകരം നമ്മളെ കോൺസ്റ്റൻസിന്റെ കൂടെയുള്ള എക്സിനെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ k1x ഉണ്ട്. ഇവിടെ ഒരു k1xന്റെ കൂടെ ഒരു എക്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാ എക്സും e⁻xന്റെ കൂടെയുള്ള എക്സ് ആണ്. സോ നമ്മൾ അത് കൺസിഡർ ചെയ്യണ്ട. ഇപ്പുറത്തെ സൈഡിൽ എന്തേ ഉള്ളൂ, k1 മാത്രമേ ഉള്ളൂ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട്. ഓപ്പോസിറ്റ് സൈഡിലോ, ഓപ്പോസിറ്റ് സൈഡില് 1 ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡില് 1 ഉണ്ട്. സോ ഡയറക്ട്ലി k1 ഈക്വൽ ടു 1 ആയി. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഫൈനലി നമുക്ക് k0 ആണ്. സോ കമ്പയർ ദ കോഎഫിഷ്യൻസ് ഓഫ് കോൺസ്റ്റൻസ്. കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് കോൺസ്റ്റൻസ്. കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് കോൺസ്റ്റൻസ്. കോൺസ്റ്റൻസിന്റെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നും ഉണ്ടാവരുത്, എക്സും അങ്ങനത്തെ ടേംസ് ഒന്നും ഉണ്ടാവരുത്. അതൊരെണ്ണം. സോ കോൺസ്റ്റൻസ് മാത്രമുള്ള ഒരെണ്ണം ഇതാണ് നമുക്കുള്ളത്. അടുത്തത് കൂടെ വേരിയബിൾസ് ഒന്നും ഇല്ലാത്ത ഒരെണ്ണം k0 ആണല്ലോ. അത് രണ്ടും എഴുതാം. -2k1 മൈനസ് ഇൻഡു ഉണ്ട്, അതുകൊണ്ടാണ് -2k1 പ്ലസ് k0 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിൽ കോൺസ്റ്റൻസ് ഉണ്ടോ, ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ കോൺസ്റ്റൻസ് ഇതും മാത്രമേ കോൺസ്റ്റൻസ് ഉള്ളൂ, ഈക്വൽ ടു 0. ഓൾറെഡി നമുക്ക് k1ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. k1ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. k1ന്റെ വാല്യൂ 1 ആയിരുന്നു. സോ 2 into 1 ഈക്വൽ ടു k0 ഈക്വൽ ടു 0. സോ -2 plus k0 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് k0 ഈക്വൽ ടു 2. സോ 3 വാല്യൂസും നമുക്ക് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് c ഈക്വൽ ടു 1/2, k1 ഈക്വൽ ടു 1 ആൻഡ് k0 ഈക്വൽ ടു 2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ YPയില് ഈ വാല്യൂസ് കൊണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വാല്യൂസ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. c ഈക്വൽ ടു 1/2 ആണ്, k1 ഈക്വൽ ടു 1 ആൻഡ് k0 ഈക്വൽ ടു 2. ഓക്കെ, സോ നമ്മളെ YP എന്താ, ഇനി നമുക്ക് YHും YPയൊക്കെ ഒന്നും കൂടെ എഴുതണം ജനറൽ സൊല്യൂഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ YH കോംപ്ലിമെന്ററി സൊല്യൂഷൻ ഇതായിരുന്നു C1 പ്ലസ് C2x e⁻x. YP ഇതായിരുന്നു k1x പ്ലസ് k0 ഇൻറ്റു CX² ഇൻറ്റു e⁻x. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, YPയിലെ കോൺസ്റ്റൻസിന്റെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. സോ k1 എന്ന് പറയുന്നത് 1 ആണ്, 1 ഇൻറ്റു എക്സ് പ്ലസ് k0 2 ആണ്, പ്ലസ് 2 പ്ലസ് c 1/2 ആണ്, 1/2 ഇൻറ്റു x² ഇൻറ്റു e⁻x. That is YP equal to x plus 2 plus x² into e⁻x by 2. Okay, YP. കഴിഞ്ഞില്ല, നമ്മൾ സ്റ്റെപ്പ് 3 ബാക്കിയുണ്ട്. നമ്മൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞ് സ്റ്റെപ്പ് 2 കഴിഞ്ഞ് ചൂസിങ് YP വരെ, ഇവിടെ വരെയാണ് നമ്മൾ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. സോ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ ആണ്. y ഈക്വൽ ടു YH പ്ലസ് YP. That is y equal to YH എന്ന് പറയുന്നത് C1 plus C2x into e⁻x plus YP എന്ന് പറയുന്നത് ഫൈനലി കിട്ടിയത് x plus 2 plus x² into e⁻x by 2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ പ്രോബ്ലം. മോഡിഫിക്കേഷൻ പ്ലസ് സം റൂൾ ആണ്, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ആൻഡ് സം റൂൾ ആണ്. എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്സിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓക്കെ, അപ്പൊ താങ്ക് യു.